സോ ഹലോ ഗൈസ്, അപ്പോൾ 2024 ഡിസംബറൊക്കെ ഏകദേശം 24 തീരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഒരു റീക്യാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ഒന്നും അങ്ങനെ വീഡിയോ ചെയ്യാണ്ടായിട്ട് തന്നെ ഇപ്പോൾ കുറച്ച് നാളായി. ഇപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ വേണം, അതിൻ്റെയൊക്കെ കുറച്ച് റീസൺസ് ഉണ്ട്. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ മെയിനായിട്ട് അതൊക്കെ കൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 എൻ്റെ ലൈഫിൽ ഇത്ര ഊമ്പിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മൂഞ്ചിയത് ഊമ്പിയായിട്ടുള്ള ഒരു വർഷം വേറെ ഇല്ല. ഊമ്പി ജീവിതം, മൂഞ്ചി ചിന്തായി, അത് തന്നെ സംഭവം. കാരണം വേറൊന്നും കൊണ്ടല്ല അവണ് 2024 സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് മൂഞ്ചിയ വർഷമായിട്ട് തോന്നിയപ്പോഴാണ് സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് ബ്രേക്ക് പെടുന്നു ഫുള്ളി മൈൻഡ് ഫക്കായി, മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഡാമേജ് ആയി, ഫുൾ മൂഞ്ചിയ അവസ്ഥ. അതൊക്കെ കഴിഞ്ഞൊന്ന് ആ ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ജോബ് ഓഫർ കിട്ടി. ഞാൻ ജോലിക്ക് പോയി. ആ ജോലിക്ക് പോയിട്ട് എനിക്ക് മെയിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് അവർ പെർമനന്റ്, അതായത് ആഫ്റ്റർ 1 ഇയർ കഴിഞ്ഞിട്ട് എനിക്ക് പെർമനന്റ് ഓഫർ ചെയ്ത സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റിയത് 3 മാസം. അപ്പോഴത്തേക്കും പണി കിട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിൻ പണി കിട്ടിയത് ഇതായിരുന്നു സംഭവം. ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കേട്ടിട്ട് ചോദിച്ചു, നിനക്കോ ഇത് എന്ന് ചോദിച്ച്. അതായിരുന്നു എന്റെ അവസ്ഥ. അതായത് വലിയ കൊടിയതല്ല, എന്നാ നിസ്സാരമായിട്ട് കാണാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ഇത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് അലർജി പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. അതിനകത്ത് മെയിൻ വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. അതിനകത്ത് തേങ്ങ യൂസ് ചെയ്യാൻ പറ്റില്ല, സവാള യൂസ് ചെയ്യാൻ പറ്റില്ല, ചെറിയ ഉള്ളി യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടി. കടല, ഗ്രീൻ പീസ്, ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. മെയിൻലി പറയുകയാണെങ്കിൽ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. എനിക്ക് വേറെ കറിയില്ലെങ്കിൽ ഞാൻ കഴിക്കും. സാലഡ് മതി, വെജിറ്റബിൾ സാലഡ് കൂട്ടി ഞാൻ കഴിക്കും. ഇപ്പൊ സവാള വേണം. ഏത് കറി ഉണ്ടെങ്കിലും അത് സവാള ഉണ്ടാവും. മെയിൻ സവാള ഇല്ലാത്ത കറി എനിക്ക് അറിയില്ല, ചുരുക്കമായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ. മെയിനായിട്ട് ഗ്രേവിക്ക് വേണ്ടി സവാള, ഉരുളക്കിഴങ്ങതൊക്കെ ഉണ്ടാവും. അതങ്ങനെ എനിക്ക് കിഴങ്ങ് വർഗത്തിൽ കുറച്ച് സംഭവങ്ങൾ കഴിക്കാൻ പാടില്ല. മൊത്തത്തില് ഇതായി. ഇത് വരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് കയറി ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര സീസ് കയറി. ഒരു 2 പ്രാവശ്യം ചെറിയ രീതിയിലൊക്കെ വന്നു. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കണോണ്ട് കുഴപ്പമുണ്ടായില്ല. 3ാമത്തെ പ്രാവശ്യം വന്ന് കുറച്ച് ഡേഞ്ചറായി പോയി. ഞാൻ അവശതയായി, അങ്ങ് ഇല്ലാതെ ആയിപ്പോയി. അതാണ് മെയിൻ ഒരു ഇഷ്യൂ പറ്റിയത്. അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലായിരുന്നു. നല്ല രീതിയിൽ പൈസയും പൊട്ടി. പെർമനന്റ് പറഞ്ഞ് ജോലിയിൽ നിന്ന് 1 മാസം എടുത്തു. അവധിയൊക്കെ എടുത്ത് എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ എന്നൊക്കെ ഓർത്തിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് ഇനി ആ ഒരു ജോലിക്ക് പോലും നടക്കൂല എന്ന് അറിഞ്ഞത്. സോ ആ ഒരു എൻവയോൺമെന്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഏകദേശം ആ ഒരു ബ്രേക്കപ്പ് ഇതിനൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ആ ഒരു ജോലിനെ ഞാൻ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇരുന്ന സമയത്ത് ഇങ്ങനെ കൂടെ വന്നപ്പോൾ വീണ്ടും മൈൻഡ് ഫക്കായി. ഒന്നാമത്തെ കാര്യം, എനിക്ക് സാലറി ഇല്ല. ചുമ്മാ വീട്ടിൽ ഹോസ്പിറ്റലിലൊക്കെ പോയാ കണ്ണും പൂട്ടി പോവാ. പൈസയൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞ് പോയി. മിനിമം അങ്ങോട്ട് ഒരു 10,000 രൂപ കുറഞ്ഞൊരു പരിപാടി ഉണ്ടായില്ല. കാരണം ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് 5,000-6,000 രൂപ ഒരു പ്രാവശ്യം പോകും. പിന്നെ മരുന്ന് വേറെ, ഡോക്ടറിന്റെ കൺസൾട്ടൻസി. സോ എങ്ങനെ പോയാലും ഒരൊറ്റ പോക്കിൽ ഒരു 10K ഒക്കെ വെറുതെ പോകും. സോ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10K ഒരൊറ്റ സിംഗിൾ പോക്കിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല എന്നെ കുറിച്ചിട്ട്. സോ എനിക്ക് പൈസ പോയിരിക്കുന്ന ഒരു വർഷവും ഇല്ല ജനിച്ചിട്ട് ഇത്ര നാളായിട്ട്. എനിക്ക് ഇത്ര വേസ്റ്റ് സിറ്റുവേഷൻ ഇല്ല. അതാണ് മെയിൻ ഒരു കാര്യം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി പോയി അങ്ങനെയൊക്കെ തീപ്പം കിട്ടി എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഈ വർഷം
എന്റെ ലൈഫ് മൂഞ്ചിയത് കൊണ്ടാണോ ഞാൻ കാണുന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ മൂഞ്ചിരിക്കണമെന്ന് അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. സത്യം പറയാലോ, എഫക്റ്റോട് വരുന്ന് വിചാരിച്ചിരുന്ന സിനിമകളെല്ലാം തീർന്നൊരു ഡിഫക്റ്റോട് കൂടിയാണ് 2024. എല്ലാം കൊണ്ടും പോയി, എല്ലാം പോയി. ഒരു വർഷം എന്നൊക്കെ പറഞ്ഞ സിനിമ ഇൻഡസ്ട്രിയിൽ അതെ, ബാക്കിയുള്ള ജീവിതത്തിൽ എല്ലാം പോയി. ഇത്രയൊരു മെനക്കെട്ട എന്റെ വർഷം ഉണ്ടായിട്ടില്ല എന്റെ ജനിച്ചിട്ട്. അയ്യോ, ഇതേപോലൊരു 5 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഇനി ആർക്കും ഉണ്ടാവാനും ചാൻസ് ഇല്ല. അത്രക്ക് 5 വർഷം മതിയായി പോയി. എന്തിന് ജീവിക്കണേന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്ന്. അത്രക്കൊരു 5 വർഷം എന്നൊക്കെ പറഞ്ഞില്ല, ഇല്ല ഇനി അങ്ങനത്തെ ഒരു വർഷമായിരുന്നു. എന്ത് പറയാനറിയോ, ഞാൻ ഇപ്പൊ ഒരുപാട് വെച്ച് വൈകള് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മൂഞ്ചൊരവസ്ഥ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇതെനിക്കൊരു മെമ്മറിയും കൂടെയാണ്. നിങ്ങൾ കാണും കൂട്ടത്തിൽ എനിക്കൊരു സേവ് എത്ര 5 വർഷം ഇല്ലാന്നും പറഞ്ഞ്. അതാണ് മെയിൻ ഒരു കാര്യം. അപ്പോ ഞാൻ ഒരുപാട് വെച്ച് വൈകിക്കണമൊന്നുമില്ല. അപ്പൊ നൈസായിട്ട് വീഡിയോ കട്ട് ചെയ്യാണ്. അപ്പൊ ഇതുവരെ ചാനൽ സബ് ചെയ്യാത്തിരക്കൊന്ന് സബ് ചെയ്യണം. ഇനി വീണ്ടും ചാനൽ പഴയ പോലെയൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തല്ല ഓക്കെ ആക്കാൻ പോവാണ്. സെറ്റപ്പ് ആയിട്ട് ഇനി ഇങ്ങനെ തന്നെ ആ ഒരു ഇതിനകത്ത് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഏത് അപ്പൊ വീണ്ടും പഴയ പോലെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പൊക്കെ ആക്കി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, ലൈക്സ് കാര്യങ്ങളൊക്കെ വേണം. ചാനൽ സബ് ചെയ്യാതൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതല്ലാതൊക്കെ സബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ് ചെയ്യും, ഒരു ലൈക്ക് ഒക്കെ തരും, ഒരു നൈസ് കമന്റ് ഒക്കെ ഇടുന്നതേക്ക് ഞാനും അങ്ങ് ആ ഒരു ഇതിനകത്ത് ഓൾറെഡി മൈൻഡ്സൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് നല്ലൊരു 2 കേൾക്കുമ്പോൾ ഞാനും ഓക്കെ ആവും. അത്രേ ഉള്ളൂ. എത്ര സങ്കടത്തിലാണെങ്കിലും എന്റെ സറൗണ്ടിങ്സിലുള്ളവര് അടിപൊളിയായിട്ടൊക്കെ എൻ്റെ അടുത്ത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. അപ്പൊ ഇനി ഒരുപാട് വച്ചു വയ്ക്കുകയുള്ള ഈ വീഡിയോക്ക് ഒരു എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനമൊക്കെ എടുത്ത് വലിച്ചു വയ്ക്കും. ചൂടത് പണ്ടാറടങ്ങി പോരാതിന് ഒരു എസ്തെറ്റിക് എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടി മറ്റേ തിരിയൊക്കെ കത്തിച്ചിട്ട് ചൂടെടുത്ത് പണ്ടാറടങ്ങി. ഞാൻ അപ്പൊ ശരി എന്നാ ടാറ്റാ ബൈ ബൈ.